എടാ ഇന്ന് നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് നല്ല രീതിയിലേക്ക് സംസാരിച്ച് നമ്മളെ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ ഭയങ്കര സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഫീലൊക്കെ നമുക്ക് തന്നിട്ട് തിരിച്ചൊരു കമ്മിറ്റ്മെൻറ്റ് ചോദിക്കുന്ന സമയത്ത് അവർ നൈസായിട്ട് ഞങ്ങൾ ഒഴിഞ്ഞു മാറുക എന്നുള്ളത്, നമ്മളൊരു കൺഫ്യൂസ് സ്റ്റേജിൽ അങ്ങോട്ട് നിർത്തുക എന്നുള്ളത്. ഓക്കെ, സിറ്റുവേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണോ പറയണത്? ഓക്കെയാണ്, നമുക്ക് രണ്ടുപേർക്കും മ്യൂച്വലി ഓക്കെ സിറ്റുവേഷൻഷിപ്പിലിരിക്കാം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കരമായിട്ട് സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പൊക്കെ ക്രേവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് നമ്മളെ കൺഫ്യൂസ് സ്റ്റേജിലേക്ക് നിർത്തും എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ കൊല്ലുന്ന വേദന നമുക്ക് തരും എന്നുള്ളതാണ്. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾക്ക് ഈ ഒരു കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ എന്താ പറയുക, ഈ ഒരു സ്റ്റേജിൽ നമ്മളെ തന്നെ സമാധാനിപ്പിക്കാനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മേ ബി അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അവർ നമ്മളെ സ്നേഹിക്കാത്ത, അല്ലെങ്കിൽ നമുക്കിപ്പോൾ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് തരാത്ത. കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ശരിയാവുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ സമാധാനിപ്പിക്കാനായിട്ട് കുറേ കാരണങ്ങളൊക്കെ നമ്മൾ തന്നെ പോറെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു കൺഫ്യൂസ് സ്റ്റേജും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യമാണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്ന അങ്ങനെ ഒരാളെയാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു ലോൺലിനെസ് മറക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ഒരു ഫീലൊക്കെ വിട്ടിട്ട് നമുക്ക് ശരിക്കും നമ്മളെ അത്രയും മനസ്സിലാക്കുന്ന നമ്മളെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ കൂടെ ഉണ്ടാകുന്ന ഒരാൾ, നമുക്ക് ഈ ഒരു മിക്സഡ് സിഗ്നൽസ് ഒന്നും തരാത്ത ഒരാൾ വേണ്ടേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. അതുവരെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കൂ എന്നുള്ളത്. യു ഡിസേർവ് ബെറ്റർ.